ഇന്ന് നമുക്ക് ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം പഠിക്കാം. നീ എന്താ ഇന്നലെ രാത്രി എന്നെ വിളിക്കാഞ്ഞത്? വൈ ഡിഡൻറ്റ് യു കോൾ മീ ലാസ്റ്റ് നൈറ്റ്? വൈ ഡിഡൻറ്റ് യു കോൾ മീ ലാസ്റ്റ് നൈറ്റ്? വൈ ഡിഡൻറ്റ് യു കോൾ, നീ എന്തുകൊണ്ട് വിളിച്ചില്ല മീ എന്നെ ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി എന്നുള്ളതിന് യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയില്ല, ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയേണ്ടത്. വൈ ഡിഡൻറ്റ് യു കോൾ മീ ലാസ്റ്റ് നൈറ്റ്? ഞാൻ നിന്നെക്കുറിച്ച് വല്ലാതെ വിഷമിച്ചു. ഐ വാസ് വറീഡ് അബൌട്ട് യു. ഐ വാസ് വറീഡ് അബൌട്ട് യു. ഐ വാസ് വറീഡ്, ഞാൻ വിഷമിച്ചിരുന്നു. അബൌട്ട് യു, നിന്നെക്കുറിച്ചോർത്ത്. ഐ വാസ് വറീഡ് അബൌട്ട് യു. ക്ഷമിക്കണം, എനിക്ക് അസുഖമായിരുന്നു. സോറി, ഐ വാസ് സിക്ക്. സോറി, ഐ വാസ് സിക്ക്. സോറി, ഐ വാസ് സിക്ക്. ഞാൻ നേരത്തെ തന്നെ കിടന്നുറങ്ങി. ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. ഞാൻ വെൻറ്റ് ടു ബെഡ്, ഉറങ്ങി. ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് വെൻറ്റ് ടു ബെഡ്. ഏർലി, നേരത്തെ. ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. എന്തു പറ്റി? എന്താ പ്രശ്നം? വാട്ട്സ് റോങ്? വാട്ട്സ് റോങ്? വാട്ട്സ് റോങ്? എനിക്ക് ചുമയുണ്ടായിരുന്നു. ഐ ഹാഡ് എ കഫ്. ഐ ഹാഡ് എ കഫ്. എനിക്ക് ഹാഡ് ഉണ്ടായിരുന്നു. എ കഫ്. കഫ് എന്ന് പറഞ്ഞാൽ ചുമ. അവിടെ എ വന്നുകൊണ്ട് എനിക്ക് ഒരു ചുമയുണ്ടായിരുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല, പക്ഷേ ഇംഗ്ലീഷുകാർ പറയുമ്പോൾ എ ചേർത്താണ് പറയാം. ഐ ഹാഡ് എ കഫ്. എൻ്റെ കണ്ണുകൾ വല്ലാതെ വരണ്ടിരുന്നു. മൈ ഐസ് വെർ റിയലി ഡ്രൈ. മൈ ഐസ് വെർ റിയലി ഡ്രൈ. മൈ ഐസ്, എൻ്റെ കണ്ണുകൾ, വെയർ ആയിരുന്നു, റിയലി വല്ലാതെ, അല്ലെങ്കിൽ ശരിക്കും, ഡ്രൈ വരണ്ടത്. മൈ ഐസ് വെർ റിയലി ഡ്രൈ. ഇപ്പം നിനക്ക് ഭേദമുണ്ടോ? ആർ യു ബെറ്റർ നൗ? ആർ യു ബെറ്റർ നൗ? ആർ യു ബെറ്റർ നൗ? അതെ, എനിക്ക് ഒരുപാട് ഭേദം തോന്നുന്നുണ്ട്. യെസ്, ഐ ആം ഫീലിംഗ് എ ലോട്ട് ബെറ്റർ. യെസ്, ഐ ആം ഫീലിംഗ് എ ലോട്ട് ബെറ്റർ. യെസ്, അതെ, ഐ ആം ഫീലിംഗ്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. എ ലോട്ട്, ഒരുപാട്, ബെറ്റർ, ഭേദം. യെസ്, ഐ ആം ഫീലിംഗ് എ ലോട്ട് ബെറ്റർ. ഇന്നലത്തേതിനേക്കാൾ ഒരുപാട് ഭേദം. മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. മച്ച് ബെറ്റർ, ഒരുപാട് ഭേദം. ദാൻ യെസ്റ്റർഡേ, ഇന്നലത്തേതിനേക്കാൾ. മച്ച് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. നിനക്ക് അലർജി ഉണ്ടോ? ഡു യു ഹാവ് അലർജീസ്? ഡു യു ഹാവ് അലർജീസ്? ഡു യു ഹാവ് അലർജീസ്? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി. യെസ്, ലാസ്റ്റ് ടൈം ഐ വെൻറ്റ് ടു ദ ഡോക്ടർ. യെസ്, ലാസ്റ്റ് ടൈം ഐ വെൻറ്റ് ടു ദ ഡോക്ടർ. യെസ്, അതെ, ലാസ്റ്റ് ടൈം, കഴിഞ്ഞ പ്രാവശ്യം. ഐ വെൻറ്റ്, ഞാൻ പോയി. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അതിൻ്റെ പാസ്റ്റാണ് വെൻറ്റ്. ഐ വെൻറ്റ്, ഞാൻ പോയി. ടു ദ ഡോക്ടർ, ഡോക്ടറുടെ അടുത്തേക്ക്. യെസ്, ലാസ്റ്റ് ടൈം ഐ വെൻറ്റ് ടു ദ ഡോക്ടർ. അദ്ദേഹം കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഹി ഡിഡ് സം ടെസ്റ്റ്സ്. ഹി ഡിഡ് സം ടെസ്റ്റ്സ്. ഹി ഡിഡ്, അദ്ദേഹം ചെയ്തു. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, അതിൻ്റെ പാസ്റ്റാണ് ഡിഡ്. ഹി ഡിഡ്, അദ്ദേഹം ചെയ്തു. സം ടെസ്റ്റ്സ്, കുറച്ച് ടെസ്റ്റുകൾ. ഹി ഡിഡ് സം ടെസ്റ്റ്സ്. അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് അലർജി ഉണ്ടെന്ന്. ഹി ടോൾഡ് മീ ഐ ഹാവ് അലർജീസ്. ഹി ടോൾഡ് മീ ഐ ഹാവ് അലർജീസ്. ഹി ടോൾഡ്, അദ്ദേഹം പറഞ്ഞു. ടെൽ എന്നാൽ പറയുക, അതിൻ്റെ പാസ്റ്റാണ് ടോൾഡ്. മീ, എന്നോട്. ഐ ഹാവ്, എനിക്ക് ഉണ്ട് എന്ന്. അലർജീസ്. ഹി ടോൾഡ് മീ ഐ ഹാവ് അലർജീസ്. അത് തണുപ്പ് കാലത്ത് കൂടുതൽ മോശമാവാറുണ്ട്. ഇറ്റ് ഗെറ്റ്സ് വേഴ്സ് ഇൻ ദ വിൻ്റർ. ഇറ്റ് ഗെറ്റ്സ് വേഴ്സ് ഇൻ ദ വിൻ്റർ. ഇറ്റ് ഗെറ്റ്സ് വേഴ്സ്, അത് കൂടുതൽ വഷളാവാറുണ്ട്, മോശമാകാറുണ്ട്. ഇൻ ദ വിൻ്റർ, തണുപ്പ് കാലത്ത്. ഇറ്റ് ഗെറ്റ്സ് വേഴ്സ് ഇൻ ദ വിൻ്റർ. ഇന്ന് രാവിലെ എത്ര മണിക്കാണ് നീ ഉണർന്നത്? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് ദിസ് മോർണിംഗ്? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് ദിസ് മോർണിംഗ്? വാട്ട് ടൈം, എത്ര മണിക്ക്? ഡിഡ് യു വേക്ക് അപ്പ്, നീ ഉണർന്നത്. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ എന്നുള്ളതിന് ടുഡേ മോർണിംഗ് അല്ല, ദിസ് മോർണിംഗ് എന്നാണ് പറയുക. വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് ദിസ് മോർണിംഗ്? ഏകദേശം 9:30. അറൗണ്ട് 9:30 AM. അറൗണ്ട് 9:30 AM. നീ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു വർക്ക് ടുഡേ? ആർ യു ഗോയിങ് ടു വർക്ക് ടുഡേ? ആർ യു ഗോയിങ്, നീ പോകുന്നുണ്ടോ? ടു വർക്ക്, ജോലിക്ക്. ടുഡേ, ഇന്ന്. ആർ യു ഗോയിങ് ടു വർക്ക് ടുഡേ? ഇല്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. നോ, ഐ വിൽ ജസ്റ്റ് സ്റ്റേ ഹോം. നോ, ഐ വിൽ ജസ്റ്റ് സ്റ്റേ ഹോം. നോ, ഐ വിൽ ജസ്റ്റ് സ്റ്റേ ഹോം. ഇന്ന് എനിക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. ഐ ക്യാൻ വർക്ക് ഫ്രം ഹോം ടുഡേ. ഐ ക്യാൻ വർക്ക് ഫ്രം ഹോം ടുഡേ. ഐ ക്യാൻ വർക്ക്, എനിക്ക് ജോലി ചെയ്യാം. ഫ്രം ഹോം, വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന്. ടുഡേ, ഇന്ന്. ഐ ക്യാൻ വർക്ക് ഫ്രം ഹോം ടുഡേ. നല്ലത്, കുറച്ച് റെസ്റ്റ് എടുക്ക്.
Good. Get some rest. Good. Get some rest. Good. Get some rest. ഞാൻ പിന്നീട് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് തരാം. I will bring over some food later. I will bring over some food later. I will bring over. ഞാൻ കൊണ്ടുവന്ന് തരാം. Bring over എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അതിനാണ് bring over ഉപയോഗിക്കുക. Some കുറച്ച് ഫുഡ് ഭക്ഷണം later പിന്നീട്. I will bring over some food later. ആ കോൺവെർസേഷൻ അത്രയേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞു. ഇനി മറ്റൊരു കോൺവെർസേഷൻ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? Can you do me a favor? Can you do me a favor? Can you do? നിനക്ക് ചെയ്യാൻ കഴിയുമോ? Me എനിക്ക്. A favor ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു സഹായം. Can you do me a favor? തീർച്ചയായും. Sure. 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 എൻ്റെ പേഴ്സ് കാണുന്നില്ല. I can't find my purse. I can't find my purse. I can't find. എനിക്ക് കാണാൻ കഴിയുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. My purse. എൻ്റെ പേഴ്സ്. I can't find my purse. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? Can you help me? Can you help me? Can you help me? അത് തിരയാൻ ഞാൻ നിന്നെ സഹായിക്കാം. I will help you look for it. I will help you look for it. I will help you. ഞാൻ നിന്നെ സഹായിക്കാം. Look for it. അത് തിരയുന്നതിന് വേണ്ടി. I will help you look for it. എന്താ അതിൻ്റെ നിറം? What color is it? What color is it? What color is it? അത് കറുപ്പാണ്. It's black. It's black. It's black. നീ അടുക്കളയിൽ നോക്കിയോ? Did you look in the kitchen? Did you look in the kitchen? Did you look? നീ നോക്കിയോ? In the kitchen. അടുക്കളയിൽ. Did you look in the kitchen? അതെ, ഞാൻ അവിടെ നേരത്തെ തന്നെ നോക്കി. Yes, I already looked there. Yes, I already looked there. Yes, അതെ, I already looked. ഞാൻ നേരത്തെ തന്നെ നോക്കി. Already ആണ് നേരത്തെ തന്നെ. There, അവിടെ. Yes, I already looked there. ഞാൻ ലിവിംഗ് റൂമിൽ നോക്കാം. I will look in the living room. I will look in the living room. I will look. ഞാൻ നോക്കാം. In the living room. I will look in the living room. നീ അത് കണ്ടോ? Did you find it? Did you find it? Did you find it? ഇല്ല, അതവിടെ ഇല്ല. No, it's not in there. No, it's not in there. No, it's not in there. നീ അവസാനമായി അത് കണ്ടത് എപ്പോഴായിരുന്നു? When was the last time you saw it? When was the last time you saw it? When എപ്പോൾ was ആയിരുന്നു the last time അവസാനമായി you saw നീ കണ്ടത് it അത്. When was the last time you saw it? ഇന്ന് രാവിലെ ഞാൻ ലൈബ്രറിയിലേക്ക് പോയപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. I had it when I went to the library this morning. I had it when I went to the library this morning. I had it. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. I had it എന്നാണ് അവിടെ എൻ്റെ കയ്യിൽ എന്നുള്ളതിന് പ്രത്യേകിച്ച് വാക്കില്ല, പക്ഷേ അതിൻ്റെ ആശയം അതാണ്. I had it. എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. When I went ഞാൻ പോയപ്പോൾ to the library ലൈബ്രറിയിലേക്ക് this morning ഇന്ന് രാവിലെ. I had it when I went to the library this morning. നീ അത് അവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? Do you think you might have left it there? Do you think you might have left it there? Do you think നിനക്ക് തോന്നുന്നുണ്ടോ? You might have left it. നീ അത് മറന്നു വെച്ചിട്ടുണ്ടായേക്കാമെന്ന്. ലീവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ലെഫ്റ്റ്. ഒരിടത്ത് മറന്നു വെക്കുക എന്നർത്ഥം ലീവ് എന്ന വാക്കിനുണ്ട്. അപ്പോൾ you might have left it എന്ന് പറഞ്ഞാൽ നീ മറന്നു വെച്ചിട്ടുണ്ടായേക്കാം. There അവിടെ. Do you think you might have left it there? ഒരുപക്ഷെ maybe. ഞാൻ ലൈബ്രറിയിൽ വിളിച്ച് അവരോട് ചോദിക്കാം ആരെങ്കിലും അത് കണ്ടോ എന്ന്. I will call the library and ask them if anyone found it. I will call the library and ask them if anyone found it. I will call the library. ഞാൻ ലൈബ്രറിയിൽ വിളിക്കാം and ask them എന്നിട്ട് അവരോട് ചോദിക്കാം if anyone found it. ആരെങ്കിലും അത് കണ്ടോ എന്ന്. നിൽക്ക്, ഇതാണോ അത്? Wait, is this it? Wait, is this it? Wait, is this it? അതെ, അത് തന്നെയാണ് എൻ്റെ പേഴ്സ്. Yes, that's my purse. Yes, that's my purse. Yes, that's my purse. ഇത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചതിന് നന്ദി. Thanks for helping me find it. Thanks for helping me find it. Thanks.
നന്ദി. ഫോർ ഹെൽപ്പിംഗ് മീ, എന്നെ സഹായിച്ചതിന്. ഫൈൻഡ് ഇറ്റ്, ഇത് കണ്ടുപിടിക്കാൻ. ഇത്രയുമാണ് ഇന്നത്തെ കോൺവെർസേഷൻ. ഇതിലെ ഓരോ സെൻറ്റൻസും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഉറക്കെ പറയാം. ഏറ്റവും ചുരുങ്ങിയത് 3-4 പ്രാവശ്യമെങ്കിലും ഓരോ സെൻറ്റൻസും ഉറക്കെ പറയുക. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ഓരോ സെൻറ്റൻസും സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ സംഭാഷണത്തിൽ അത് കൊണ്ടുവരിക. ഇതുപോലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.